എനിക്ക് അറിയാനുള്ളത് ദ കറന്റ് സിറ്റുവേഷൻ ഒരു അനാലിസിസ് സാറ് പറയുവാണെങ്കിൽ അത് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി വേണോ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ? അമേരിക്ക പറഞ്ഞാലും നമ്മൾ കേൾക്കില്ല, ഇന്നത്തെ ഗവൺമെന്റ് കേൾക്കില്ല. എന്നിട്ട് നിങ്ങളുടെ ഇവിടുത്തെ ചില സിനിമാ നടിമാർ ഇരുന്ന് സിമ്പതൈസ് ചെയ്യുന്നില്ല കേരളത്തിൻ്റെ. കാരണം ഇതൊരു പ്രത്യേകതര രോഗമാണ്, മാനസിക രോഗം. ഞാനെന്തോ വലിയ ആളാണ്, ഞാൻ പാകിസ്ഥാനോട് സിമ്പതി കാണിച്ചു, അല്ലെങ്കിൽ ഹമാസിനോട് സിമ്പതി കാണിച്ചു. ലോകരാഷ്ട്രം മുഴുവൻ എവിടെ സിമ്പതി കാണിക്കും? നിങ്ങൾ സിമ്പതി കാണിക്കാൻ മനുഷ്യത്വത്തിനോട് സിമ്പതി കാണിക്കും. അഖിൽ മാരാർ എൻ്റെ സുഹൃത്താണത്. എങ്ങനെയാണ് അവൻ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ പറയുന്നതല്ല, ഇവർക്കൊന്നും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ആൻറ്റി നാഷണൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവനെ നമ്മൾ ആൻറ്റി നാഷണലായിട്ടാണ് കാണുന്നത്. ഇത് സാധാരണ സമയമല്ല. വേറെ അയച്ച മെസ്സേജാണ് ലാലേട്ടൻ്റെ സിഒന്. ഈസ് റെഡി to come and visit all of you. പട്ടാളക്കാരുടെ മൊറാൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. അതിന് മറുപടി വന്നിട്ടില്ല. അതിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ലാലേട്ടൻ്റെ മൊറാൽ റെസ്പോൺസിബിലിറ്റിയാണ്. മൈ ബോയ്സ് ആർ ഫൈറ്റിംഗ്. സോ ഹി കോൾ ദം അപ്പ്, ഹി സ്പോക്ക് ടു ദം, ദെൻ ഹി കോൾ മീ ബാക്ക് ആൻഡ് സെഡ് അണ്ണാ ഐ സ്പോക്ക് ടു ദം, ഐ കൺവേ ദ മെസ്സേജ്, ദേ ആർ ഓൾ ഹാപ്പി, ദേ ആർ ഇൻ BB ക്യാൻ. എല്ലാം ഒക്കെ നടക്കുന്നുണ്ട്. തെറി വിളിക്കുന്ന ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലായിരുന്നു? ആ മനുഷ്യൻ റോഡിൽ കൂടെ നടക്കുന്നു, ഒരു പാകിസ്ഥാനി പിറകിൽ വീഡിയോ എടുത്തോണ്ട് ഏയ് അട്ടാവുള്ള തറാർ ഓയ് ഓയ്. അത് കഴിഞ്ഞ് പിന്നെ തെറിയാണ്. നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഐ ഡോണ്ട് കെയർ, നിങ്ങൾ എന്തോടെ പറഞ്ഞത്, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം. നിൻ്റെ മൈൻഡിനകത്ത് ഞാൻ ചിലപ്പം ഒരു ഹിന്ദു തീവ്രവാദിയായിരിക്കാം. ഇതൊക്കെയാണല്ലോ നിങ്ങളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് കാണുന്നത്. ഞാനെന്താണെന്നുള്ളത് എനിക്കറിയാം. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ്. ഒരു 2 വീക്സ് മുന്നേ ആഫ്റ്റർ ദ പഹൽഗാം അറ്റാക്ക് ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്ന് സത്യമായിരിക്കുകയാണ്. ആൻഡ് വി ആർ ഹിയർ ഫോർ ആൻ അനാലിസിസ് അബൌട്ട് ദ ഡെപ്ത് ഓഫ് വാട്ട് ഹാപ്പൻഡ് പ്രീവിയസ്ലി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാക്. നമ്മുടെ കൂടെയുള്ളത് മേജർ രവി സീന മെഡൽ. വെൽക്കം സർ. താങ്ക് യു. ഞാനത് എടുത്തു പറയാൻ കാരണം സാറിനോട് ചോദിച്ചു, ഞാൻ ലാസ്റ്റ് വീക്ക് നിനക്ക് ഇൻ്റർവ്യൂ തന്നല്ലേ എന്ന് ചോദിച്ചു. പക്ഷെ അന്ന് സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചുൻകെ മരയ്ക്ക്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മളിത് ചെയ്ത് അതുപോലെ തന്നെ സംഭവിച്ചു. അന്ന് മേ ബി നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഒരു 40 hours സംതിങ് നടന്നിട്ടുള്ളൂ. അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അതാണ്. ആൻഡ് ഓൾ ദോസ് ഹാപ്പൻഡ്. സോ സാർ അല്ലാണ്ട് വേറൊരാളില്ല ഞങ്ങൾക്കിതൊന്ന് ചോദിക്കാനും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എനിക്ക് അറിയാനുള്ളത് ദ കറന്റ് സിറ്റുവേഷൻ ഒരു അനാലിസിസ് സാറ് പറയുവാണെങ്കിൽ, ബിക്കോസ് സീസ് ഫയർ ആണ്, നമ്മളിപ്പോൾ ചർച്ചകൾ കഴിഞ്ഞു, എന്നാലും വാട്ട് ഡു യു തിങ്ക് ദ കറന്റ് സിറ്റുവേഷൻ ഒരു അനാലിസിസ് പറയുകയാണെങ്കിൽ? നമ്മൾ ഒരു സ്ട്രാറ്റജിക്കൽ അറ്റാക്ക് വിത്ത് പ്ലാനിങ് ആൻഡ് കാൽക്കുലേറ്റഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ കറക്റ്റായിട്ടുള്ള ടാർഗറ്റുകളിൽ പോയി അടിക്കും. അല്ലാതെ സിവിലിയൻസിനെയോ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെയോ ഒന്നും നമ്മളൊന്നും ചെയ്യില്ല. ബട്ട് ഇഫ് ദേ റിട്ടാലിയേറ്റ്, അപ്പം നിങ്ങൾ എവിടുന്ന് അത് റിട്ടാലിയേറ്റ് ചെയ്തു ആ സ്ഥലങ്ങളും നമ്മൾ അടിക്കും. അതടിച്ചിട്ട് കഴിഞ്ഞ 3 ദിവസം നമ്മൾ കാണിച്ചു. ഇപ്പോൾ പെട്ടെന്ന് എന്തേ ഒരു സീസ് ഫയർ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അതെനിക്ക് പറയാൻ പറ്റില്ല, അത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നുള്ളത്. എന്തെങ്കിലും അതിൻ്റെ പിറകിലൊരു ഇൻറ്റൻഷൻ കാണും. സോ ദർസ് എ മൗണ്ടൻ കോൾഡ് ഫീച്ചർ. അതിൻ്റെ മുകളിൽ നമ്മളൊരു മിസൈൽ പോയി പതിച്ചപ്പോഴാണ് പെട്ടെന്ന് ഈ സംഭവങ്ങളെല്ലാം സീസ് ഫയറിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിനകത്ത് എന്നുള്ളത് വലിയൊരു ബിഗ് ക്വസ്റ്റ്യൻ. അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻ്റെ അടുത്താണോ അങ്ങനെ വല്ലതും ആണോ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഈ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ആ ന്യൂസുകൾ കാണുന്ന സമയത്ത് അതിനുശേഷമാണ് ഇമ്മീഡിയറ്റ്ലി അമേരിക്ക ഇൻ്റർവ്യൂ ആൻഡ് ഓൾ ദ തിങ്സ്. പക്ഷെ അമേരിക്കയുടെ കാര്യം കേട്ടിട്ടൊന്നുമല്ല നമ്മൾ ഇതിനെ സക്കം ചെയ്തിരിക്കുന്നത്. സത്യം, അത് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി വേണോ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ? അമേരിക്ക പറഞ്ഞാലും നമ്മൾ കേൾക്കില്ല, ഇന്നത്തെ ഗവൺമെൻറ് കേൾക്കില്ല, ഒരു സംശയമില്ല. ഒപ്പോസിഷൻ പാർട്ടികൾക്ക് കോൺഗ്രസിനൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് അമേരിക്ക പറഞ്ഞിട്ട് നിങ്ങൾ ബെൻഡ് ചെയ്തു എന്നൊക്കെ പറയാം. പക്ഷേ ഞാനറിയുന്ന എൻ്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഹി വിൽ നോട്ട് ബെൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ തേർഡ് പാർട്ടി ഫോർ ദ പ്രോബ്ലം ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പ്രശ്നം എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെ സോൾവ് ചെയ്യുന്നുള്ളത് പണ്ട് മുതൽക്കേ ഉള്ളൊരു ധാരണയാണത്. തേർഡ് പാർട്ടി വിൽ നോട്ട് കം. കാരണം എപ്പോൾ തേർഡ് പാർട്ടി ഏതെങ്കിലും രാജ്യത്ത് വന്നിട്ടുണ്ടോ അവർ തന്നെ യൂസ് ചെയ്തിട്ട് പോയിട്ടേ ഉള്ളൂ. തേർഡ് പാർട്ടി ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ LTTയിൽ കൂടെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ പീസ് കീപ്പിംഗ് പോസ്റ്റിനെ ശ്രീലങ്കയിൽ പറഞ്ഞയച്ചിട്ട് അതിൽ ഡാമേജ് പറ്റിയത് ആർക്കാണ്?
ഇന്ത്യക്കാർക്കാണ് മാക്സിമം. ശ്രീലങ്കക്കാർ കൂളായിട്ടിരുന്നു, അവരുടെ ആർമി ഒന്നും പോയില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ തേർഡ് പാർട്ടി ആയിട്ട് ഒരു രാജ്യത്തോട്ട് പോകാനും പാടില്ല. നമ്മുടെ രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നത്തിനകത്ത് ഒരു തേർഡ് പാർട്ടീനെ കൊണ്ടുവരാനും പാടില്ല എന്നുള്ള പോളിസിയാണ്. ആൻഡ് ദാറ്റ് ഇസ് എ വെരി ഗുഡ് പോളിസി. സർ, ഇത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രീഫിങ്ങും കഴിഞ്ഞു. ഐ മസ്റ്റ് സേ നമ്മൾ ഇത്ര പ്രിസൈസ് ആയിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ബ്രീഫിംഗ് ആയിരുന്നു ഇന്നലെ നടന്നത് ഇന്ത്യൻ ആർമിയുടെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം പാകിസ്ഥാൻ ബ്രീഫിങ്ങും ഞാൻ കാണാനിടയായി. അതിൻ്റെ ഉള്ളിൽ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെരി എന്താ പറയുക, ലെയിൻലി അവർ സംസാരിക്കുന്ന മാതിരിയാണ് തോന്നുന്നത്. അവരിങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്തു, ഞങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്തു. വെരി ഇമ്മച്യൂർ സ്റ്റേറ്റ്മെന്റ്സ്. ഇമ്മച്യൂർ എന്നല്ല, അതിനകത്ത് there is no professionalism in the talk. യെസ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ എപ്പോഴും അറ്റാക്ക് കാണുന്ന ഒരിടത്തായിരിക്കും, മേ ബി രാജസ്ഥാൻ ബോർഡറിലായിരിക്കും, ഇല്ലെങ്കിൽ കശ്മീരായിരിക്കും, അങ്ങനെ ഇത് നമ്മുടെ എൻറ്റയർ വെസ്റ്റേൺ ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് ഇവർ അറ്റാക്ക് ചെയ്യുമായിരുന്നു. ശരിക്കും പാകിസ്ഥാൻ എന്തായിരിക്കും ഉദ്ദേശിച്ചിരുന്നത്? കാരണം ഞങ്ങൾ പവർഫുൾ ആണെന്ന് ബാക്കി ഇന്റർനാഷണലി കാണിക്കാനോ അങ്ങനെ ആണോ? അതവർ എങ്ങനെ കാണിച്ചു കഴിഞ്ഞാലും ഇന്ത്യയുടെ മുമ്പിൽ അവരൊന്നുമല്ല എന്നുള്ളത് അവർ എക്സ്പോസ് ആയിക്കഴിഞ്ഞു. ഈ 3-ാം ദിവസം തന്നെ സീസ് ഫയറിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളെയും പ്രഷറൈസ് ചെയ്യലും, അതുപോലെ തന്നെ അവർ തന്നെയാണ്, അവരുടെ തന്നെ DGMO ആണ് ഇന്ത്യൻ ആർമിയുടെ DGMO ആയിട്ട് സംസാരിച്ചതും. അതിനുശേഷമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞത്. എന്നിട്ടും ഞാൻ പറഞ്ഞു, അന്നത്തെ ആ ന്യൂസ് അവറിൽ ഞാൻ ആഷ്മിയായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ആഷ്മി ഇത് ഫുള്ളായിട്ട് ബിലീവ് ചെയ്തിട്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട, ഇന്ന് രാത്രി എഗെയിൻ അവന്മാരടിക്കും എന്നിട്ട് പറഞ്ഞ പോലെ തന്നെ 9 മണിക്ക് ന്യൂസ് അവർ കഴിഞ്ഞപ്പോഴത്തേക്കും 9 മണിക്ക് അവർ അടിച്ചിട്ടുണ്ട്. കാരണം എനിക്കറിയാം ഈ പാകിസ്ഥാൻ്റെ മെൻറ്റാലിറ്റി എന്താണെന്ന്. ഇപ്പോൾ ഇവർ നമ്മൾ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് പലപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തൊരു BMW അല്ലെങ്കിൽ ബെൻസ് ഒക്കെ ആയിരിക്കും. അടുത്തൊരുത്തൻ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഒരു മാരുതി 800. അവൻ ജീവിതത്തിൽ ഒരിക്കലും ജയിച്ചിട്ടില്ല. അപ്പോൾ ആ കിട്ടുന്ന അവസരത്തിൽ ഇതിനൊന്ന് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സൈക്കോളജിയാണ്. സൈഡ് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും. ഇതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. അവർക്കറിയാം വി ആർ ദ ഫെയിലിയേഴ്സ് ഇൻ ലൈഫ്. എന്നിട്ട് അടുത്തിരിക്കുന്ന ഒരു ഇന്ത്യ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം എന്നെക്കൊണ്ട് തന്നെ അപ്പോൾ കിട്ടുന്ന സമയത്ത് പറയുന്നതെല്ലാം പറഞ്ഞ് നുണയെങ്കിൽ നുണ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ജയിക്കുക എന്നുള്ളതാണ് ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞ ഒരു കാറിനോടൊരു 2 വീലർ കോമ്പീറ്റ് ചെയ്യുന്ന പോലെയാണ് ഇവരുടെ കോമ്പറ്റീഷൻ. നമ്മൾ ആദ്യമേ ഒരു വാണിംഗ് കൊടുത്തു. POKയിൽ 6 ഇട്ടു, ഇപ്പുറത്ത് അക്രോസ് ബോർഡർ 3 ഇട്ട് കൊടുത്തു. അധികം കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തും തുടങ്ങുമെന്നുള്ളത്. കാരണം ഇവിടെയും ഞങ്ങൾ സന്നാഹരായിട്ടിരിക്കുകയാണ്. സോ ഡോണ്ട് അൺനെസറിലി കം ബാക്ക് ടു us. ആൻഡ് ദേ സ്റ്റാർട്ടഡ്. പല സൈഡിൽ നിന്നും അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്തെല്ലാം അവിടുന്ന് പൊങ്ങുന്നതിന് മുന്നേ തന്നെ ഇവിടുന്ന് എയർ ഡിഫൻസ് അടിച്ചുകൊണ്ടിരുന്നു. കാരണം നമ്മുടെ ഇന്നത്തെ എയർ ഡിഫൻസ് എന്ന് പറയുന്നതും എയർഫോഴ്സിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നു, ആർമിയുടെ എല്ലാം കേപ്പബിലിറ്റി ഓൾ റഡാർ കണക്റ്റഡ് ആണ്. നിങ്ങൾ ഏത് രാജ്യത്ത് എത്ര കിലോമീറ്റർ ദൂരത്തും ഉണ്ടെങ്കിലും അതിനെപ്പോലും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് അയൽ രാജ്യങ്ങൾ. അതിൽ ഇന്ത്യ ഈസ് ലിറ്ററലി മോണിറ്ററിങ് എവറി ഇഞ്ച് ഓഫ് പാകിസ്ഥാൻ. നിങ്ങൾ അവിടെ നിന്ന് എന്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ അറിയും. അതുകൊണ്ടാണ് ഇന്നവർ ഒരു മിസൈൽ പോലും ഇങ്ങോട്ട് വന്ന് വീഴാതിരുന്നത്. ഇവിടെ പലർക്കും സന്തോഷത്തോടു കൂടി പറയുന്ന 5 റഫാൽ വീണു, 6 മറ്റത് വീണു, മറിച്ച് വീണു. ഇതെന്ന് വെച്ചാൽ ഈ ആൻറ്റി നാഷണൽ ഇത് പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കി ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ ഞാനിപ്പം അതാണിപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരറിയാം, എൻ്റെ സുഹൃത്താണത്. എങ്ങനെയാണ് അവൻ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ പറയുന്നതല്ല. ഇവർക്കൊന്നും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ആൻറ്റി നാഷണൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവനെ നമ്മൾ ആൻറ്റി നാഷണലായിട്ടാണ് കാണുന്നത്. ഇത് സാധാരണ സമയമല്ല. ഈ സമയത്ത് നിങ്ങൾ വാതുറക്കരുത്. നിങ്ങൾ എന്ത് വിചാരവും സ്പിരിറ്റ്, എന്തുകൊണ്ടാണ് ഓപ്പോസിഷൻ വരുന്നൊന്നും ഉണ്ടായിരിക്കുന്നത്? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ കൊടുക്കാത്തത്? ഇന്നിപ്പോൾ പേൽഗാമിനെ കുറിച്ച് അവിടുത്തെ പാകിസ്ഥാൻ്റെ ജനറൽ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഓപ്പറേഷനാണെന്ന്. ഇലക്ഷൻ്റെ സമയത്ത് ഇതേ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ ഇത് മോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്താണെന്നുള്ളത്? അപ്പം അന്നത് പറയാം, അന്നൊരു യുദ്ധസമാനം ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നടക്കുന്നത് യുദ്ധസമാനമാണ്. ഈവൻ ചാനലുകാരെ മോണിറ്റർ ചെയ്യുന്നു, ആരെന്ത് പറയുന്നു. കോളേജിലെ പിള്ളേർ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരെ പൊക്കുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെയാണ് ഈ ആൻറ്റി നാഷണൽ എലിമെൻറ്റ്സ് നമ്മുടെ ദ എനിമി വെൽ വിത്തിൻ ദി കൺട്രി എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ പോലും മോണിറ്റർ ചെയ്യുന്നൊരു സമയമാണ് ഇപ്പം. നിങ്ങളുടെയൊക്കെ ഈ വികാരങ്ങൾ, നിങ്ങളുടെ ഒരു വികാരം ചിലപ്പോൾ അത് 10 പേരുടെ അല്ല അത് ശരിയല്ലേ എന്ന് തോന്നിപ്പിക്കാം. അപ്പം എന്താണ് നിങ്ങൾ മിസ്ഗൈഡ് ചെയ്യാണ്. ഒരു ചാനലുകാരനും അതുപോലെ തന്നെയാണ് 5 റഫാൽ എന്നൊക്കെ പറയുന്നത്. 5 റഫാൽ ഇസ് അക്കൗണ്ടബിൾ.
നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഒരു റൂമിലിരുന്നുകൊണ്ട് പറയാൻ സങ്കടം പറഞ്ഞു 5 റഫാൽ പോയി എന്നൊക്കെ പറയുന്നതൊക്കെ such a bloody idiotic statement these people make and irresponsible and what kind of human beings they are. ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതുണ്ടെങ്കിലും ശരി. ഇപ്പം ബട്ടിൻ്റെയിൽ മിരാജ് വീണു എന്ന് പറഞ്ഞു, ബട്ടിൻ്റെ ഞാൻ ചെക്ക് ചെയ്തു മിരാജ് അല്ലാതെ അത് ട്രെയിനിങ്ങിന് സമയത്തുള്ള MiG-29 അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് പൊങ്ങി അപ്പുറത്ത് തന്നെ ക്രാഷ് ചെയ്ത് വീണു. ടെക്നിക്കൽ സ്നാഗ്. അതിനെ പാകിസ്ഥാനും അടിച്ചിട്ടില്ല, ബംഗ്ലാദേശും അടിച്ചിട്ടില്ല, ചൈനയും അടിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളത് പറഞ്ഞുണ്ടാക്കിയത് എന്തായിരുന്നു? പാകിസ്ഥാൻ അടിച്ചു നമ്മുടെ വിമാനത്തിന് മിരാജ്. ഇപ്പം എന്ത് ചോദിച്ചാലും മിരാഷിനെയാണ് പറയുന്നത്. അതാണ് ഹയസ്റ്റ് എയർക്രാഫ്റ്റ് വിച്ച് വി ഗോട്ട് എന്ന്. മറ്റേ എയർക്രാഫ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ അതിൻ്റെ കൂടെയൊക്കെ പേര് മറക്കാതെ ഓർത്ത് വയ്ക്കുമോ? അതും കൂടെ ഫൈറ്റിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊപ്പഗണ്ടകളെല്ലാം നടന്നിട്ട് പോലും ഇന്നിപ്പോൾ ഇന്ത്യയിലിരിക്കുന്ന പ്രശ്നം, ഇന്നലെ എന്താണ് ആ പത്രസമ്മേളനം നമുക്ക് കണ്ടതല്ലേ അത്? ബിക്കോസ് ദാറ്റ് ഇസ് വെരി വെരി മെച്യൂർഡ് പത്രസമ്മേളനം. മിനിഞ്ഞാന്നത്തേന് ഞാൻ ഇതും പറഞ്ഞു, മിനിഞ്ഞാന്ന് രാത്രി സീസ് ഫയർ കഴിഞ്ഞു, അവരിനി അടിക്കും എന്ന് പറഞ്ഞ് അന്ന് രാത്രി അടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇത് എഗെയിൻ ഒരു ചാൻസ് കൊടുക്കാം. നമുക്കറിയാം പാകിസ്ഥാനെ അടിക്കുമെന്നുള്ളത്. പാകിസ്ഥാൻ അടിച്ചു, അവർ വിട്ടിട്ട് പറഞ്ഞു. അതിനാണ് ഇന്നലത്തെ പത്രസമ്മേളനം. രാത്രി വരുന്നതിന് മുന്നേ ഞാനിതാ പറയുന്നത് എൻ്റെ അടുത്ത്, ഇന്ന് രാത്രി ഇന്നലത്തെ രാത്രി പോലെ ആണെങ്കിൽ പറയാൻ നിനക്ക് പണി കിട്ടുമെന്നുള്ളത്. അതാ ഞാൻ ചോദിക്കാൻ വരുന്നത്, നമുക്ക് വേണമെങ്കിൽ ഇപ്പം കയറി. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എപ്പോഴും നിങ്ങളെക്കാൾ എല്ലാം വേറും വാശിയുണ്ട് എനിക്ക് ഈ ഒരു രാജ്യത്തിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എനിക്ക് പെട്ടെന്ന് രക്തം തിളയ്ക്കും. പാകിസ്ഥാനെയൊക്കെ തള്ളിക്കൊള്ളണം എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും കൂടെ ചിന്തിക്കണം. ഒരു രണ്ട് വീട്ടുകാർ കൂടെ തമ്മിലൂടുന്ന സമയത്ത്, ഒരാൾ വെട്ടുകത്തി എടുത്തുകൊണ്ട് അയലോക്കത്താരനെ വെട്ടാൻ പോകുന്ന സമയത്ത് ആവശ്യമായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും വന്ന് പിടിക്കും, അച്ഛാ ചെയ്യരുതെന്ന്. അത് അവരെ തല്ലാൻ, അവരോടുള്ള സ്നേഹം കൊണ്ടല്ലാതെ. അത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ജയിലിൽ പോവും. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ പലതുമായിരിക്കും. ഇതിനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ തന്നെ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ അങ്ങനെ ചിന്തിക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതാണ്. ഞങ്ങൾ പട്ടാളക്കാർ അവിടെ നിൽക്കാം. ഞാൻ എന്ന് പേപ്പറിൽ ഇത് കണ്ടു, പാങ്ങോട്ടിൽ അവിടെ റിപ്പോർട്ട് കൊടുക്കും, ഞാൻ അന്ന് തന്നെ എൻ്റെ IC നമ്പറും കൊടുത്ത് ഞാൻ എൻ്റെ പേരെഴുതി വെച്ചു. എന്നെ കൂടെ ഇപ്പോഴും അവിടേക്ക് പോയിട്ട് നിന്നിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞു. അതൊക്കെ ഓക്കെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ബുദ്ധിയില്ലാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മറ്റവൻ ബുദ്ധിയില്ലാത്തവനാണ്. നമ്മൾ കയറി അടിച്ചു, നമ്മൾ നിരങ്ങും. പക്ഷെ ഇന്നലെ വാണിംഗ് കൊടുത്തത് വളരെ സ്ട്രോങ് ആയിട്ടാണ്. അത് ആ 3 പേരും ഇരുന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ സ്ഥലങ്ങളും ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ്സുകൾ മുഴുവൻ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഇന്ന് രാത്രി നിങ്ങൾ വല്ലതും ചെയ്താൽ പിന്നെ ആക്ട് ഓഫ് വാർ. ആ ആക്ട് ഓഫ് വാർ എന്നുള്ളത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞ 3 പേരും, the spokespersons of Army, Navy, Air Force, when they sit and talk, they got the sound very loud and clear. Yes. Pakistan got it. ഇന്നലെ രാത്രി എന്തോ ഒരു പ്രശ്നം ഉണ്ടാവായിരുന്നു. താടിയിൽ അപ്പനേനെ പേടിയുള്ളൂ. അതിപ്പോൾ മോദിജിക്കാണെങ്കിലും ശരി, അമിത്ഷായ്ക്കാണെങ്കിലും ശരി, താടി ഇല്ലാത്തൊരു യോഗി ആദിത്യനാഥും ഉണ്ട്. താടിയൊന്നും ആവശ്യമില്ല. ഇതാ പറയുന്നതിൻ്റെ കടുപ്പം. ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് തോന്നണം, ഈ മനുഷ്യൻ പറഞ്ഞതിൽ എന്തോ ഉണ്ട് കേട്ടോ, എന്താണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. നമ്മൾ പല കാര്യങ്ങളും നമ്മുടേതായിട്ടുള്ള ആ ശക്തി എന്തെന്നുള്ളത് കാണിക്കാതെ തന്നെ പലരും പറഞ്ഞിട്ട് പോകും. ഒരു നോട്ടത്തിലുണ്ടാവും, മോനെ നിർത്തിക്കോ. ബട്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവ് പാകിസ്ഥാനില്ലെങ്കിൽ. പക്ഷെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ. ഞാനൊരു മീം കണ്ടതാണ്. ടർക്കിയിൽ ഇതിന് മുന്നേ എർത്ത് വന്ന സമയത്ത് നമ്മുടെ ഇവിടെ നിന്നാണ് ഹെൽപ്പ് പോയിട്ടുള്ളത്. എന്നിട്ട് നമുക്കെതിരെ ഇവര് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആണ് ഈ ഫെനറ്റിസം എന്ന് പറയുന്നത്. ജാതിപരമായിട്ടും മതപരമായിട്ടും ഒക്കെയുള്ള ചില അഫിലിയേഷൻസ്. എന്നാൽ ചൈനക്കാർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ചൈനക്കാർക്കൊന്നുമില്ല. ചൈനക്കാർക്ക് നമ്മളോടാ വിദ്വേഷം. അപ്പം നമ്മുടെ ശത്രുവിൻ്റെ ശത്രു നമ്മുടെ മിത്രം എന്നുള്ളതാണ് പാകിസ്ഥാനുമായിട്ടുള്ളത്. പക്ഷെ പാകിസ്ഥാൻ അടിയിട്ടിയത് എന്താണ്? ഈ ചൈനയിലത്തെ ഇവിടുത്തെ കളിപ്പാട്ടം പോലും ഇപ്പോൾ പിള്ളേർ നോക്കിയിട്ട് അപ്പോൾ അച്ഛൻ അത് മേക്കിൻ ചൈനയാണ്, വേണ്ട എനിക്ക് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യക്കാർ പിള്ളേരായിരിക്കുന്നു. അപ്പോൾ അതുപോലെ അവർ വെപ്പൺസാണ് വാങ്ങിച്ചു വെച്ചത്. അതാണ് കിട്ടിയത് ഇപ്പം പണി. അവിടുന്ന് പൊങ്ങി ഇങ്ങോട്ട് എത്തുന്നില്ല.
ടർക്കിയിൽ നിന്ന് വന്നാലും ശരി ഇങ്ങോട്ട് എത്തുന്നില്ല. ഈവൻ നെതർലാൻഡ്, ഈ 3 രാഷ്ട്രങ്ങളാണ് ഇവർക്ക് സപ്ലൈ ചെയ്തിരുന്നത്. ഓക്കെ. നമ്മുടെ അടുത്തിരിക്കുന്നത് ആർട്ടിലറി ഗൺസ് നോക്കിക്കഴിഞ്ഞാൽ അത് റഷ്യയുടെ ബലവത്തായിട്ടുള്ള 130mm ഗൺസ് ഇവിടെ ഇരിപ്പുണ്ട്. ബോഫോസ് 155 അപ്പുറത്തിരിക്കുന്നു സ്വീഡൻ്റെ. ഇതൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ പിറകിൽ അതിലും വലിയ ശക്തിയായിട്ട് ഓരോ ഇന്ത്യൻ സോൾജേഴ്സും നിൽക്കുന്നുണ്ട്. ആ വിൽ പവറോടുകൂടിയിട്ടും അവൻ്റെ സ്കില്ലും. ദ ആർ സോ പെർഫെക്റ്റ് ആൻഡ് സോ ഫാസ്റ്റ് ഇൻ റിയാക്ടിങ് ആൻഡ് പ്ലേയിങ് ഓൺ ദിസ് ഗൺസ്. ഞാനൊരു ഗണ്ണറായതുകൊണ്ടാണ് പറയുന്നത്, ഒരു ഗണ്ണിൻ്റെ മുകളിൽ അന്നൊക്കെ നമ്മൾ 20 സെക്കൻഡ്, 18 സെക്കൻഡ്, 15 സെക്കൻഡ്, 7 സെക്കൻഡൊക്കെ സെക്കൻഡ് റൗണ്ട് അടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ, കാരണം ഒരു ഷോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ബാരൽ തെറ്റി. ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റീകോയിൽ വന്നു കഴിഞ്ഞാൽ ഈ ബാരലിൻ്റെ എയിം പോയി. പിന്നെ അതിന് രണ്ടാമത് ഈ ഡിഗ്രി വെച്ചിട്ട് കാണാം, ഇതിൻ്റെ എലിവേഷൻ, ഇതിൻ്റെ ലൈൻ ഓഫ് സൈറ്റ്, ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മളിതിനെ പിന്നെയും കറക്കിയടിച്ചിട്ട് ഇതിനെ ആ ഡിഗ്രി കൊണ്ട് നിർത്തണം, ബബിൾ കറക്റ്റ്. ഇതിന് പലപ്പോഴും ആ ടീമുകൾ, ഞങ്ങൾ ടീമിലൊക്കെ കോമ്പറ്റീഷൻ വയ്ക്കുന്ന സമയത്ത് 7 സെക്കൻഡും 10 സെക്കൻഡിലൊക്കെ രണ്ടാമത്തെ റെഡി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇന്ന് ബോഫേഴ്സ് വന്നതിന് ശേഷം എന്താണ്, ബോഫേഴ്സ് പിന്നെ ഓട്ടോമാറ്റിക്കാണ്. അത് കമ്പ്യൂട്ടറിൽ അങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ വെടി വെച്ചിട്ട് വിത്തിൻ നോ ടൈം അഗെയിൻ ഹി ഈസ് റെഡി. 3 സെക്കൻഡ് 4 സെക്കൻഡ് രണ്ടാമത്തെ അടിച്ചു. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്ന നമ്മളോട് പാകിസ്ഥാൻ്റെ അടുത്ത് ഇതുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാനെപ്പോഴും പറയുകയാണ്, ഇതിൻ്റെ പിറകിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളേതാണെന്നുള്ളത് നോക്കണം, അവൻ്റെ മൊറാൽ എന്താണെന്നുള്ളത് നോക്കണം. പാകിസ്ഥാൻ്റെ മൊറാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവാൻസ് ആർ വെരി ഫെഡ് അപ്പ്. ബിക്കോസ് അവർക്ക് ഓഫീസേഴ്സായിട്ട് യാതൊരു ഇതുമില്ല. അവരുടെ യുദ്ധങ്ങളിൽ ഓഫീസേഴ്സ് മരിക്കാറില്ല. നമ്മുടെ യുദ്ധങ്ങളിൽ ഓഫീസേഴ്സ് ഈക്വലായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്നുള്ളത് അത് ഇന്ത്യൻ പെട്ട ആൾക്കാർക്കും അറിയാം, അതേപോലെ പാകിസ്ഥാനീസിനും അറിയാം. അപ്പോൾ അവരുടെ മൊറാൽ എന്ന് പറയുന്നത് വളരെ ഡൗൺ ആയിരിക്കും ഒരു യുദ്ധം വരുന്ന സമയത്ത്. ഓഫീസേഴ്സ് ഇല്ല അവിടെ. പിന്നെ അവൻ വിചാരിക്കും നമ്മളത് ജാവാന്തിക്കുന്നത്, അവൻ്റെ സ്ലോ പേസിൽ ഇങ്ങനെ പോവും. ഇതാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വാണിങ്ങിൽ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നൊന്നും യെസ് അസ്ലി എന്നുള്ളൊരു വേർഡ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പട്ടപ്പെട്ടാന്നങ്ങ് വീണോളൂ. ഇതൊക്കെ പറയുമ്പോഴേ നമുക്ക് ഇന്നലെ ആ പ്രസ് ബ്രീഫിംഗ് കണ്ടവർ എത്ര പേരാണെന്ന് അറിയില്ല, പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെരി ക്ലിയർ ആയിരുന്നു ദ കോൺഫിഡൻസ് ഇൻ അവർ ആർമി പേഴ്സണൽസ്. അതും മറ്റവരുടെയും തമ്മിൽ കാണുമ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ അത് ഞാനിത് എടുത്ത് പറയാൻ കാരണം ഇന്റർനാഷണലി അവർ ഭയങ്കരമായിട്ട് സിമ്പത്തൈസ് ചെയ്യുന്നുണ്ട് അവരുടെ ഇന്റർനാഷണൽ ന്യൂസ് ചാനൽസിൻ്റെ ഉള്ളിൽ. എന്നിട്ട് നിങ്ങളുടെ ഇവിടുത്തെ ചില സിനിമാ നടിമാർ ഇരുന്ന് സിമ്പത്തൈസ് ചെയ്യുന്നില്ലേ കേരളത്തിൻ്റെ? കാരണം ഇതൊരു പ്രത്യേകതര രോഗമാണത്, മാനസിക രോഗം. ഞാനെന്തോ വലിയ ആളാണ്, ഞാൻ പാകിസ്ഥാനോട് സിമ്പതി കാണിച്ചു, അല്ലെങ്കിൽ ഹമാസിനോട് സിമ്പതി കാണിച്ചു. ലോകരാഷ്ട്രം മുഴുവൻ എവിടെ സിമ്പതി നിങ്ങൾ സിമ്പതി കാണിക്കാൻ മനുഷ്യത്വത്തിനോട് സിമ്പതി കാണിക്കുക. ആ മനുഷ്യത്വത്തിനോട് സിമ്പതിയാണെങ്കിൽ നിങ്ങൾക്ക് മരണം ഇഷ്ടമില്ലെങ്കിൽ ആ 26 മരണം അവിടെ നടന്നപ്പോൾ പേൽഗാമിൽ എന്തേ നിങ്ങളതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത്? അപ്പൊക്കെ വായിൽ പഴമായിരുന്നാണ്. ഇതൊന്ന് കെട്ടടക്കാൻ നിൽക്കുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും പാകിസ്ഥാനിൽ എനിക്ക് ഫ്രണ്ടുണ്ട്, വളരെ സ്വീറ്റാണ്, ജിലേബിയാണ്, ലഡ്ഡു ആണെന്നൊക്കെ പറയുന്ന ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ പുച്ഛം തോന്നുന്നതാണ് അതൊക്കെ. സോ വെൻ യു ആർ നോട്ട് മെച്ചുവേർഡ് എനഫ് ടു ഗിവ് എ സ്റ്റേറ്റ്മെൻറ്റ്, ജസ്റ്റ് വാക്ക് ഓഫ്. ഇത് സാറ് പറഞ്ഞപ്പോൾ ശരിയാണ്. സോഷ്യൽ മീഡിയയിൽ ദേവാസ കോൺഫ്ലിക്റ്റ്, നിങ്ങളല്ലേ വാറിനായിട്ടുള്ള ഒരു ഇതിട്ട് കൊടുത്തേ എന്നുള്ളൊരു ചോദ്യം പറഞ്ഞ് കുറേ പേര് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് ഞാൻ വിചാരിച്ചത് വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? അത് സാർ പറഞ്ഞു കഴിഞ്ഞു. അതന്നെ പറഞ്ഞ് നിങ്ങൾ അവിടെ അന്ന് 22-ാം തീയതി നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, മരിച്ചുപോയി. ആ ഫാമിലീസിൻ്റെ ഫീലിങ്സ് ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഫ്രണ്ടാണ് പാകിസ്ഥാനിലുള്ളത്, ഇവിടെ അച്ഛനും അമ്മയും ഭർത്താവൊക്കെയാണ് മരിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ അവരുടെ വികാരത്തിന് നിങ്ങൾക്ക് ഒരു വികാരമില്ലേ? നിങ്ങളെ മേക്കപ്പ് ചെയ്യാൻ വരുന്ന ഫ്രണ്ട് എൻ്റെ അവിടുത്തെയാണ്, എൻ്റെ ഇവിടുത്തെയാണ് എന്നൊക്കെ പറഞ്ഞത്. അത് ആ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ ഞാൻ ആ കുട്ടിയോട് അഭിനയിച്ചിട്ടുമുണ്ട്. ബട്ട് ദെൻ ഐ നെവർ ഫെൽറ്റ് ദാറ്റ് ഷീ ഈസ് സച്ച് ഇമ്മച്യൂർ ടു ടോക്ക് ലൈക്ക് ദിസ്. എനിവേ ദാറ്റ്സ് ഹെർ സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ നമ്മൾ കൗണ്ടർ ചെയ്യാനും പോകണ്ട, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനും പോകണ്ട. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാതെ വിട്ടുന്നത്. ഇന്റർനാഷണലി ഇവർ മീഡിയാസിന് കൊടുക്കുന്ന ഓരോ ഇതുണ്ടല്ലോ, ചിലതിൻ്റെ അവർ ബ്ലണ്ടേഴ്സ് ആണ് പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ വന്നിരുന്ന് കുറേ ബ്ലണ്ടേഴ്സ് പറയുന്നുണ്ട്. യെസ്, പാകിസ്ഥാനിൽ നിന്ന് മുങ്ങിയിട്ട് പോയില്ലേ? ഫോറിൻ മിനിസ്റ്റർ ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് യുദ്ധം തുടങ്ങിയപ്പോഴത്തേക്കും മുങ്ങിപ്പോയി ലണ്ടനിൽ ഇരിപ്പുണ്ട്. ഇന്ന് അവിടെ ലണ്ടനിലെ പാകിസ്ഥാൻകാർ അവൻ്റെ പിറകിൽ ക്യാമറ എടുത്തുകൊണ്ട് അവനെ തല്ലാൻ നടക്കുകയാണ്. തെറി വിളിക്കുന്ന ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലായിരുന്നു? ആ മിനിസ്റ്റർ റോഡിൽ കൂടെ നടക്കുന്നു, ഒരു പാകിസ്ഥാനി പിറകിൽ വീഡിയോ എടുത്തോണ്ട് ഏയ് അറ്റാവുള്ള
അട്ടാവുള്ള തറാർ ഓക്കെ. ഓയ് ഓയ്. അത് കഴിഞ്ഞ് പിന്നെ തെറിയാണ്. അയാൾ മിണ്ടുന്നില്ല, എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നിട്ട്. സാറേ ബാക്കി ആയനെ പോകാൻ ചെയ്യാം, അവിടെ ഓടി വന്നില്ല നീ ഇപ്പോൾ. ഇമ്രാൻഖാൻ നിനക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇമ്രാൻഖാൻ്റെ ആളുകളാണ് ലണ്ടനിൽ അവനെ സോ യുദ്ധം നടക്കുമ്പോൾ നിങ്ങളെന്താ അവിടെ പോയിരിക്കുന്നത്? ഇതാണ് പാകിസ്ഥാൻ. അപ്പൊ അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കണം മോളെ. എല്ലാവരും മലയാളികൾ പ്രത്യേകിച്ച് ഒരു 2 to 3 days ബാക്ക് the ടെറിട്ടോറിയൽ ആർമി ഈസ് വെരി മച്ച് റെഡി ടു ടേക്ക് ഇൻ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ചിന്തിക്കും നമ്മുടെ ലാലേട്ടനുള്ള ടെറിട്ടോറിയൽ ആർമി. അപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം, ടെറിട്ടോറിയൽ ആർമി ഈ സമയത്ത് സജ്ജമായി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്താണ് ഡ്യൂട്ടീസ്? അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിക്കുന്നത്, ലാലേട്ടനുള്ള ടെറിട്ടോറിയൽ ആർമിയുടെ ഡ്യൂട്ടി. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് ഒരു മെസ്സേജ്, ഈ മെസ്സേജ് ഞാൻ എന്നാണ് അയച്ചിരിക്കുന്നത്? ഇന്നലെ ഫ്രൈഡേ അയച്ച മെസ്സേജാണ് ലാലേട്ടൻ്റെ സിഒന്. ഹീ ഈസ് റെഡി ടു കം ആൻഡ് വിസിറ്റ് ഓൾ ഓഫ് യു. പട്ടാളക്കാരുടെ മൊറാൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. അതിന് മറുപടി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു അത് വേണമെങ്കിൽ ഐ ക്യാൻ ഈവൻ സ്പീക്ക് ടു ദ ആർമി കമാൻഡർ, ഹീ ഈസ് മൈ കോസ്മേറ്റ്, അതിന് പെർമിഷൻ എടുത്തില്ല. ലാലേട്ടൻ വാസ് റെഡി. പക്ഷേ ഈ സമയത്ത് ലാലേട്ടൻ അങ്ങോട്ട് പോകുന്നത് അവർക്ക് പോലും ഒരു പ്രശ്നമാണ്. കാരണം ഒന്നാമത്തെ ഫ്ലൈറ്റുകൾ പോകുന്നില്ല, ലോജിസ്റ്റിക് പ്രശ്നങ്ങളുണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ലാലേട്ടൻ്റെ മൊറൽ റെസ്പോൺസിബിലിറ്റിയാണ്. മൈ ബോയ്സ് ആർ ഫൈറ്റിംഗ്. സോ ഹീ കോൾ ദം അപ്പ്, ഹീ സ്പോക്ക് ടു ദം, then he called me back and said, I spoke to them, I conveyed the message, they are all happy, they are in BB camp. എല്ലാം ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങളപ്പുറത്തിരുന്നിട്ട് ലാലേട്ടനെ കുറ്റപ്പെടുത്താൻ, അതല്ല ഞാനിപ്പോൾ പറയുന്നത്. എനിക്കുള്ള കോമഡി എന്ന് പറഞ്ഞാൽ, എൻ്റെ അയലോക്കത്തിൻ്റെ കുട്ടിക്ക് ഡിസെൻട്രി, ലാലേട്ടൻ ഇതിലേ പോയി അങ്ങനെ ലെഫ്റ്റനന്റ് കേണൽ എടുത്തുകളാം. ഇതാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. എനിക്കറിയില്ല എന്തൊരു മാനസികാവസ്ഥയാണ്. ഇപ്പോൾ യുദ്ധം വന്നു, ലാലേട്ടൻ അവിടെ പോയി എന്നൊക്കെ ചോദിച്ചില്ല. മക്കളെ അതിന് അതിൻ്റെതായിട്ടുള്ള ചോദ്യം അത് മനസ്സിലായി. ലാലേട്ടൻ ഓൾറെഡി ഹാഡ് സ്പോക്കൺ ടു ദം. ഹീ സ്പോക്കൺ ടു ദ അഡ്ജുറ്റൻറ്റ് ദാവി എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനല്ല, ലാലേട്ടൻ തന്നെ എന്നെ വിളിച്ചു, കാരണം നമുക്ക് പോകേണ്ടതെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അവന്മാർ എന്നെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഞാൻ ഈ മെസ്സേജ് അയക്കാൻ യു വുഡ് ലൈക്ക് ടു സ്പീക്ക്, ഞാൻ നമ്പറും കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നും പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ ലാലിൻ്റെ നമ്പർ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം പുതിയ ആളാണ് വന്നിരിക്കുന്നത്, അയാളുമായിട്ട് ഇതുവരെ ഞങ്ങൾ ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈസ് ഡൂയിങ് ദ ജോബ് റെസ്പോൺസിബിളി. പിന്നെ അദ്ദേഹം ഇൻവോൾവ് അല്ലാത്തത് എനിക്കറിയാം, ഇൻവോൾവ് അല്ല എന്നുള്ളത് ഞാൻ അടിവരായിട്ട് പറയും. അത് എന്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി. അപ്പോൾ എനിക്കറിയാവുന്ന ആളിനെ, അതിപ്പോൾ ഡേറ്റിന് വേണ്ടി, എൻ്റെ ഡേറ്റ് 3 വർഷം മുന്നേ എൻ്റെ അടുത്ത് ഡേറ്റ് ഇരിക്കുന്നതാണ്. ഞാനിതുവരെ ചെയ്യാൻ പറ്റാതെ നടക്കുന്ന ആളാണ്. ഞാൻ അതിനടുത്ത് അണ്ണാ അങ്ങനെ ഒരു സബ്ജക്റ്റ് വരട്ടെ എന്നുള്ളതിൻ്റെ മുകളിൽ. ഇപ്പോൾ ഡേറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ സിനിമ ചെയ്തില്ലെങ്കിൽ എനിക്ക് ജീവിച്ചു പോകാനുള്ള കഴിവൊക്കെ ഉണ്ട്. പിന്നെ അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുമല്ല ഞാൻ. അപ്പം അതൊന്നുമല്ല, ആ വ്യക്തിക്ക് ലെഫ്റ്റനൻറ്റ് കേണൽ എന്നുള്ളതിൻ്റെ മുകളിലുള്ള ഡ്യൂട്ടികൾ മുഴുവൻ അദ്ദേഹം കൃത്യമായിട്ടും ചെയ്തിട്ടുമുണ്ട്. ഈ ഇപ്പോൾ ഫയറിങ് നടക്കുന്ന നഗ്രോട്ട, സുന്ദർബനി, ഈ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി താമസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബറ്റാലിയൻ അവിടെ 122 ഉണ്ടായിരുന്ന സമയത്ത്. അന്ന് ദർ ആർ വണ്ടർഫുൾ സിഒസ് ലൈക്ക് ഹർമിന്ദർ സിംഗ്, അതിന് മുന്നേ ബാലി ഉണ്ടായിരുന്നു. പിന്നെ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സിഒസ്. അവർ ചിലരുണ്ട് എന്തിന് എന്നുള്ളത്, ചിലതുണ്ട് ഓക്കെ ലാൽ സാർ വന്നു കഴിഞ്ഞാൽ ട്രൂപ്പിൻ്റെ മൊറാൽ ബൂസ്റ്റിങ്, ഇതെല്ലാം മലയാളീസ് അല്ലേ, അതൊക്കെ അധികവും മലയാളീസാണ്. 99% മലയാളീസ് കണ്ണൂരും കോഴിക്കോടും ഉള്ളവരായിരിക്കും. ഞാനിത് ചോദിച്ചതിന്റെ മെയിൻ സാർ, ഈ സമയം അന്തെന്ന് റെഡി ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ദ ട്രെയിനിങ് ഓൾ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ആ സമയത്ത് ട്രെയിനിങ് ഓർ അവർ ട്രെയിൻഡ് ആയിരിക്കും നേരത്തെ. ടെറിട്ടോറിയൽ ആർമിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ദർ ആർ റിസർവ് ഫോഴ്സസ്. അവർ വന്നിട്ട് അവർ ഓൾറെഡി എൻറോൾഡ് ആണ്. അവർക്ക് 2 മാസത്തിൻ്റെ ട്രെയിനിങ് 1 വർഷത്തിൽ ചെയ്തിരിക്കണം. അവരവിടെ പോവും, ചെയ്യും, തിരിച്ചു വന്ന് അവർ ചിലപ്പോൾ ബാങ്ക് മാനേജറായിരിക്കും, ചിലപ്പോൾ ഡോക്ടറായിരിക്കും, വേറെ എന്തെങ്കിലുമായിരിക്കും. പല പ്രൊഫഷനിലുള്ള ആളുകൾ, എൻലിസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെയാണ് വിളിക്കുന്നത്. ആദ്യം അവരായിരിക്കും വിളിക്കുന്നത്. പിന്നെ ഇതിനകത്ത് റിസർവായിട്ട് നിൽക്കുന്നവരെ വിളിക്കും.
അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ട്രെയിൻഡും അവർ അപ്ഡേറ്റഡും ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ലാലേട്ടനും ട്രെയിനിങ്ങിന് പോകും, എല്ലാം ചെയ്യാറുണ്ട്. ലാലേട്ടൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ലാലേട്ടൻ്റെ അവിടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഹിസ് പ്രസൻസ് ആണ്. ഇതിൽ 99 കാർഗിൽ വാർ സമയത്ത് നാനാ പടേക്കർ അവിടെ പോയിട്ട് ഇരിക്കുകയായിരുന്നു. ഹി വാസ് വർക്കിംഗ് ദർ ആസ് എ സോൾജർ. അങ്ങനെ അവിടെ ഉണ്ട് നാനാ പടേക്കർ. അപ്പോൾ ഈ ഹിന്ദിക്കാരന്മാരെല്ലാം മറാഠീസൊക്കെ കാണുന്നത് നാനാജി വേറൊരു മൂഡാണ് അവർക്ക്. അതുപോലെ തന്നെ പല ആർട്ടിസ്റ്റുകളും പൂജാ ബത്രയൊക്കെ അവിടെ പോയിട്ടുണ്ട്, എനിക്കറിയാം. ധോണി പോയിട്ടുണ്ട്. ധോണിനെ എനിക്കറിയില്ല, പക്ഷെ പൂജയൊക്കെ പോയിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, മേജർ ഐ എം ഗോയിങ് ടു ദ ക്യാമ്പ് ഏരിയ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിൻ്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു, പിന്നെ നിനക്ക് എന്താ പ്രശ്നം? ഹെർ ഫാദർ വാസ് എ കേണൽ ബത്ര, ഞാൻ അറിയോ. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കും. നിങ്ങൾക്ക് ഇവിടെ അറിയാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളിൽ കൊടുക്കുന്ന സമയത്ത് യു ഷുഡ് ബി വെരി, പിന്നെ നമ്മളിതൊക്കെ കാണുമ്പോൾ എന്താ അറിയുമോ, ഇഗ്നോർ ഇറ്റ്, ഇറ്റ് ഡസൻറ്റ് എഫക്റ്റ് മീ. ഇപ്പം എന്നെ ഞാനറിയാതെ എൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഫേസ് ഇല്ലാത്ത ഫേസ്ബുക്കിലിരുന്നുകൊണ്ട് ഇത് ഞാൻ സാറിനോട് കഴിഞ്ഞ ഈ ഇൻ്റർവ്യൂവിലൊക്കെ ഇത് എടുത്ത് ചോദിക്കായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് സാറ് ഫസ്റ്റ് ഇതിൽ അമ്മു തോക്കും കൊണ്ട് എൻ്റെ മുന്നിൽ വന്നിട്ട് പോലും ഞാൻ ഭയന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഈ സൈബർ ആക്രമണവും ഇതൊന്നും ഞാൻ ഭയക്കുന്നില്ല എന്ന് സാറ് പറയുന്നു. സോ വെറും സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ നമ്മൾ ജീവിതത്തിൽ ഇതെല്ലാം കണ്ട് കഴിഞ്ഞ് കമാൻഡോസ് NSG എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും അഭിമാനത്തോടുകൂടി ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്, ടോപ്പ് 10 എന്ന് പറഞ്ഞിട്ടുള്ളത് NSG കമാൻഡോസിൻ്റെ ഞങ്ങൾ അന്നത്തെ ഓഫീസേഴ്സ്. ആ സമയങ്ങളിൽ 88 തൊട്ടിട്ട് 92 വരേക്ക് ഞാൻ ഒരു സിഒ കുറച്ചൊരു 6 മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ സിഒ ആയിരുന്നു കേണൽ ദത്തയായിരുന്നു. പിന്നീട് അദ്ദേഹം ജനറലായിപ്പോയി. അപ്പോൾ അദ്ദേഹം ഒരു കേണലും ഞാനൊരു ക്യാപ്റ്റനുമായിട്ട് സർവീസ് ചെയ്യുന്ന സമയത്തുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ സിഒ നോസർക്ക് ഇതൊരു പ്രാന്തനാണ്, ഓപ്പറേഷൻ ഇവൻ എന്തും ചെയ്യും. അപ്പം എന്താ ഒരു സ്പെഷ്യൽ ലൈക്കിംഗ് ഉണ്ട്. സിമ്പിൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഞാനും എൻ്റെ കേണൽ ദത്തയും കൂടിയിട്ട് ഒരു ഓപ്പറേഷൻ പോയി. ദാറ്റ് വാസ് ഇൻ നവംബർ 91. ദീപാവലി പോലെ ദിവസത്തിൻ്റെ തലേ ദിവസം മറ്റെയാണ്. റൊമാനിയൻ അംബാസിഡർ റാഡു വാസ് കിഡ്നാപ്ഡ്. അപ്പോൾ പെട്ടെന്നാണ് ഇൻഫർമേഷൻ വന്ന് ജലന്ധറിൽ ഏതോ ഫാം ഹൗസിൽ ഇങ്ങനെ ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കുന്നു. ഞങ്ങൾ ജലന്ധറിൽ പോയി ലാൻഡ് ചെയ്യുന്നു. ലൂധിയാന ജലന്ധർ എവിടെ ലാൻഡ് ചെയ്ത് ബൈ റോഡ് കൊണ്ടുപോയിട്ട് പോലീസ് ഐഡൻറ്റിഫൈ ചെയ്ത് കാണിച്ചു തന്നു. രാത്രിയിലാണ്. അപ്പോൾ സിഒ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടുന്ന് നൈറ്റ് വിഷൻ ഗോഗിളിലിട്ട് പറഞ്ഞ്, റോമിയോ ലെഫ്റ്റ് കോർണർ 2 feet away from the corner, put the frame charge. ഞാൻ പറഞ്ഞു ഓക്കെ സർ, കോട്ട് നോട്ടഡ്, ഗോയിങ്. ഞാനും എൻ്റെ ഹിറ്റും കൂടെ പോകുന്നു. ഹിറ്റെന്ന് പറയുന്നത് 6 പേരുണ്ടാവും. അപ്പോൾ അതിൽ ഫസ്റ്റിലത്തെ ആൾ ആണ് ഈ ഫ്രെയിം ചാർജ് വയ്ക്കുന്നത്. ഫ്രെയിം ചാർജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മുളയിൽ എക്സ്പ്ലോസീവ് ഫിറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ ചുമരിൻ്റെ മുകളിൽ അടിച്ച് അതിനെ മാറി നിന്നുകൊണ്ട് ബാറ്ററി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ബ്ലാസ്റ്റ് ചെയ്ത് ചുമരിൻ്റെ മുകളിൽ അതുപോലൊരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകണം. അവിടെ ജനലൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പോയി അവിടെ എത്തിയപ്പം എന്താ അറിയില്ല, എൻ്റെ തലയ്ക്ക് തോന്നിയത് 2 അല്ല, ഒരു 6 അടി അങ്ങോട്ട് ഉള്ളിലേക്ക് വയ്ക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു കൊണ്ടുപോയിട്ട് ഒരു 6 അടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ ഒരു 8 അടി, ടോട്ടൽ ഒരു 8 അടി അപ്പുറത്ത് കൊണ്ടിട്ടാണ് ഞാനിത് വെച്ചിട്ട് പൊട്ടിച്ചു, അകത്ത് കയറി ഓപ്പറേഷൻ ചെയ്ത് മറ്റയാളെ കിട്ടി, എല്ലാം കിട്ടി കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഫുൾ ലൈറ്റപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിൽ സെർച്ച് ചെയ്യാണ് എന്തൊക്കെയാണെന്ന്. അപ്പം എന്നോട് ഇവിടുന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിൻ്റെ ആ 2 ഫീറ്റിൻ്റെ നേരെ അപ്പുറത്ത് 120 ജലറ്റിൻ സ്റ്റിക്കിൻ്റെ ബാഗാണ് കിടക്കുന്നത്. 120 ജലറ്റിൻ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങും ആ ഏരിയയും മുഴുവൻ ഒരു ബോംബ് ഗുണവലം കൂടിയും അത്രയും പൊട്ടിത്തെറിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ 2 ഫീറ്റ് സിഒ പറഞ്ഞ അതേ സ്ഥലത്ത് അവിടെ വെച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ സ്പാർക്കിൽ അത് ഇഗ്നൈറ്റ് ആവും. ഈ ഫുൾ ബിൽഡിങ്ങും എൻ്റെ ഈ 6 കമാൻഡോസും എല്ലാവരും അതിനകത്തുള്ളവരെല്ലാവരും പോകും. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സിഒ എന്നെ നോക്കുന്നില്ല. സിഒ പറഞ്ഞ വാക്കാണ് പാസ്റ്റഡ്, യു ആർ എ ലക്കി മാൻ. ഞാനിങ്ങനെ നോക്കിയിട്ട് അപ്പം എന്നെ കൊലക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം തോളത്ത് പിടിച്ചു. ദീസ് ആർ ഓൾ ദ ഇമോഷണൽ ബോണ്ടിങ്സ്. അങ്ങേർക്ക് തന്നെ ഷോക്കടിച്ചു ഇവന്. അപ്പം എൻ്റെ അടുത്ത് പിന്നെ പറയാ, ഞാൻ വിചാരിച്ചത് കഴിഞ്ഞിട്ട് നിനക്കുള്ള ഞാൻ തരാമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ പിന്നെ ഇത് കണ്ടപ്പോൾ പാസ്റ്റഡ് യു ആർ എ ലക്കി ബഗർ,
ഞാൻ മനസ്സിലാക്കി ഐ എം സർവൈവിങ് ഓൺ ലക്ക് ഓൾവേസ്. അപ്പോൾ മൂപ്പരല്ല യു ആർ മൈ ലക്കി ബം. ഏത് സമയത്ത് എന്ത് ഓപ്പറേഷൻ പോയി കഴിഞ്ഞാൽ പല ലക്കിലും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നും അതൊരു 120 കിലോ ജെലറ്റിൻ സ്റ്റിക്ക് എന്ന് പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന പട്ടാളക്കാർക്ക് മനസ്സിലായതിന് ഇമ്പാക്റ്റ് എന്തായിരിക്കും. So many things. There are a lot of relationships which I really cherish. Even today, my CEO also comes in the same. നാഷണൽ ചാനലിലൊക്കെ സ്പോക്ക് പേഴ്സണായിട്ട് വരാറുണ്ട്, താടിയായിട്ട് VK ദത്ത എന്ന് പറഞ്ഞിട്ട്, മേജർ ജനറൽ ദത്ത. നോട്ട് ദാറ്റ് പക്ഷി, മൂക്കൊണ്ട് സംസാരിക്കുന്ന പക്ഷിയല്ല, കൊച്ചിയും പടം ഇങ്ങനെ കൂളായിട്ട് സംസാരിക്കുന്ന മനുഷ്യൻ, അധികം ഹൈറ്റൊന്നുമില്ല. അപ്പം അദ്ദേഹവും ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കലും ഇപ്പോഴും ഞങ്ങൾ ആ ബന്ധമുണ്ട്. ഞങ്ങൾ ഫോൺ എടുത്തിട്ട് മറ്റുള്ളവനെ കുറ്റം പറയാനല്ല ഫോൺ എടുക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ട് സർ കൈസോ ക്യാ കവാരോ ഓയ, ഇതല്ലാതെ സാർ ഓസിനെ ബത്താ ദിയ, ഞങ്ങൾക്ക് അതിനൊന്നും സമയമില്ല. അപ്പം പിന്നെ നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഐ ഡോണ്ട് കെയർ, നിങ്ങൾ എന്തോടെ പറഞ്ഞത്, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം. നിൻ്റെ മൈൻഡിനകത്ത് ഞാൻ ചിലപ്പം ഒരു ഹിന്ദു തീവ്രവാദിയായിരിക്കാം. ഇതൊക്കെയാണല്ലോ നിങ്ങളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് കാണുന്നത്. ഞാനെന്താണെന്നുള്ളത് എനിക്കറിയാം. അതേ ഹിന്ദു തീവ്രവാദി എന്ന് പറയുന്നത് തന്നെയാണ് അറ്റാക്ക് കഴിഞ്ഞ സമയത്ത് ഞാനാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. ദേ ആർ ട്രൈങ് ടു ക്രിയേറ്റ് കമ്മ്യൂണൽ വയലൻസ് ഇൻ ദിസ് കൺട്രി, ബി കെയർഫുൾ എന്ന്. പീപ്പിൾ ഗോട്ട് ഷോക്ക്ഡ്. നാഷണൽ ചാനലിൻ്റെ ആളുകളത് എന്നെ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ സെർട്ടൺ ടൈംസ് യു തിങ്ക് ഫോർ യുവർ കൺട്രി. ഇവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായ എനിക്കെന്താണെന്നുള്ളൊരു ചോദ്യത്തിന് എനിക്കുണ്ട്. കാരണം എൻ്റെ രാജ്യത്തിലൊരു കമ്മ്യൂണൽ വയലൻസ് വരികയാണെങ്കിൽ അതിൽ എത്ര പേര് നിസ്സഹായരായിട്ട് മരിച്ചു പോകും, അടിയുണ്ടായി, പ്രോപ്പർട്ടീസ് പോയി, സമാധാനമില്ല. ഇപ്പം നമ്മൾ സമാധാനമായിട്ട് വണ്ടി എടുത്ത് എവിടെ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു കർഫ്യൂടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പോകണം എന്നുള്ളത്. എന്തിനാ? നിങ്ങൾ കോവിഡിൽ കണ്ടതല്ലേ. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മോർ ദാൻ വാർ, നമ്മുടെ ഇവിടെയുള്ള ആർമി മിലിറ്ററി പേഴ്സണൽസ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പീസ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. എല്ലാവരും അതെ. എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിട്ടുണ്ട്. എന്നെ ഞാനൊന്നും ചെയ്യാതെ തന്നെ എൻ്റെ പേരിൽ കേസ് കൊടുക്കുക അല്ലെങ്കിൽ അത് കൊടുക്കുക, ഞാൻ അങ്ങനെ ക്ഷമിക്കും. ഏതായാലും കോടതിയിൽ നിന്നുണ്ടല്ലോ അവർ. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് തന്നെ തോന്നി എന്താ ഇവന്മാരുടെയെങ്കിലും മൈൻഡ് സെറ്റ് എന്നുള്ളത്. നമ്മളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. എവിടെയെങ്കിലും ഒരു പേരുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ പേരിലും കേസ് കൊടുക്കുക. കാണുന്നത് നിനക്കിട്ട് ഞാൻ പണി തരാമെന്ന് പറഞ്ഞിട്ട് ആരും പേരാണ്. ഞാൻ വളരെ കെയർഫുള്ളായിട്ട്. ഒന്നാമത് ഐ എം നോട്ട് ബോതേഡ് അബൌട്ട് ദാറ്റ് തിങ്. ഞാനിപ്പോഴും എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു അപ്രോച്ചുണ്ട് ജനങ്ങളോട്. ഞാൻ എല്ലാവരുടെയും ആളുകൾ ഫോട്ടോ എടുക്കാൻ വന്നു കഴിഞ്ഞാലും ശരി, തോളത്ത് ഇട്ടോ. ചിലരൊക്കെ വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് ഫോട്ടോ എടുക്കും, ഇട്ടോ. ചില ലേഡീസ് എൻ്റെ അമ്മയുടെ പ്രായം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എൻ്റെ പെങ്ങളുടെ പ്രായക്കാരായിരിക്കും. ഐ എം നോട്ട് ബോതേഡ്. പക്ഷേ ഞാൻ ആ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാറ്റിനും ഒരു മെംബ്രെയിനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നോ വൺ ഈസ് ഗോയിങ് ടു അക്യൂസ് യു. പക്ഷേ ചതിയന് എന്താണ് ഞാൻ പറ്റിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ പണ്ടൊക്കെ കേട്ടാണ്. ഒരു 1.7 crore ആലപ്പുഴയിൽ ആരോ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വേറൊരു ഫ്രോഡ്. അവനൊരു ഗുണ്ടയും ഇതൊക്കെ ആയിട്ട് ആരോ അവൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോയില് അവർ ഓഫീസിലെ കമ്പനിയിൽ എൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്, ഞാനും ഡയറക്ടറാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ പോലീസ് അന്വേഷിച്ചപ്പോൾ അതൊന്നുമില്ല. അപ്പം നിങ്ങളുടെ മീഡിയ പിന്നെ അതൊന്നും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. മേജർ രവി 1.7 ലക്ഷം കോടി പറ്റിച്ചു എന്നുള്ള ന്യൂസ് ഞാൻ മഞ്ഞാന്ന് പറയുന്നില്ല, പത്രങ്ങൾ ഞാനും വായിക്കുന്നുണ്ട്. ഇതൊന്നും ഫാക്ട് ചെക്ക് ചെയ്യുക, എന്നോടൊന്ന് വിളിച്ചു ചോദിക്കുക, സാർ അതിൽ വല്ലതും ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വേണ്ടതെന്താണ്? ഹോട്ട് ന്യൂസ്. അതിനകത്ത് ഫ്ലഷ് വേണം, ഇതുപോലുള്ള സംഭവങ്ങൾ വേണം. പക്ഷേ ഇറ്റ് ഹേർട്ട്സ് പീപ്പിൾ. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇത്രയും വലിയൊരു മനുഷ്യൻ നിങ്ങൾ കരയിപ്പിച്ചിട്ട് ഈ ലോകത്തോട് വിട പറയിപ്പിച്ചില്ലേ. ഇന്നെല്ലാവരും മാപ്പി ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. അദ്ദേഹം ജീവനോടില്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, എൻ്റെ BJP കാരനൊന്നുമല്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പോയിട്ട് ഞാൻ പബ്ലിക്കിന് വേണ്ടി മാപ്പി ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ വേദനിച്ചിട്ടുണ്ട്. ഈ പാവ മനുഷ്യനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തും ആവാം. അപ്പം അതുകൊണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഐ എം നോട്ട് ബോതേഡ്. പക്ഷെ ആ പാവം മനുഷ്യൻ വേദനിച്ചിട്ടുണ്ടാവും വയസ്സുകാലത്ത്. മകളെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ദാറ്റ്
ഈ രണ്ട് ചെവിയുണ്ടല്ലോ, ചില സമയത്ത് നമുക്ക് എന്തിനാ ഈ കേൾവി ശക്തി തന്നിരിക്കുന്നു. ഇതുപോലെ ഒരു പണിയില്ല. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ പട്ടാളക്കാരെ വിളിക്കുന്ന സമയത്ത് ആദ്യം 4 പേര് വിളിച്ചിട്ടങ്ങ് തുടങ്ങും. അയ്യോ തെര കോളനി ആയ കുച്ചണി ആയതോട് വളരെ ഹാപ്പിയായിട്ട് കഴിച്ച്. എല്ലാവരും വിളിച്ചത് പത്രം കണ്ട, മറ്റവൻ അത് ചെയ്തേട്ടാ, മറ്റവൾ ഇത് ചെയ്തേട്ടാ, മറ്റേ സംസാരമൊന്നുമില്ല. സോ ഓൾവേസ് ട്രൈ ടു ബി പോസിറ്റീവ്. ആൾക്കാർ പേടിച്ചിരിക്കുന്നത് ഒരു വാർ വന്നാൽ എന്താകും, മുന്നോട്ട് പോയാൽ എന്താവും. ഇല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ ശക്തി എന്താണെന്നുള്ളത്. ഈ പ്രൊപ്പഗണ്ടക്കാരെ മാറ്റി വയ്ക്കും. നമുക്കൊരു ഡാമേജും ഇല്ല. നമ്മുടെ എല്ലാ പൈലറ്റുകളും ഷെഡിൽ കയറി അവിടെ ഇരിപ്പുണ്ട്. അവരുടെ വണ്ടി കൊണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് സൈഡിൽ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അത് മിരാജ് ആണെങ്കിലും ശരി, മിഗ് ആണെങ്കിലും ശരി, സുഖോയ് ആണെങ്കിലും ശരി, എല്ലാറ്റിനും കൂടെ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. ഒരാൾക്കും ജീവനാശം വന്നിട്ടില്ല. ഈവൻ ആ ബട്ടൻ്റെയിൽ തകർന്നു വീണിട്ടുള്ളതും അത് പൈലറ്റ് എജക്റ്റായിട്ട് ഈസ് സേഫ്. സോ നിങ്ങൾ ഈ കേൾക്കുന്ന പ്രൊപ്പഗണ്ടയിൽ വീഴണ്ട. പക്ഷേ ഡാമേജ് ഉണ്ടായിരിക്കാം, നിങ്ങൾ കേൾക്കാത്ത ഡാമേജുകൾ ഉണ്ടായിരിക്കാം. അതെങ്ങനെയാലും ഒരു പത്രസമ്മേളനത്തിൽ കൂടെ എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ഇപ്പം ഇന്നലെ വന്നിരുന്നവർ, ആ ജനറൽമാർ വന്നിരുന്ന് പറയും, ഓക്കെ നോ ഇതാണ് അവലോകനം, ഇന്ന സ്ഥലത്ത് നമുക്ക് ഇത്ര ആൾക്കാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൽ ഇത്ര സിവിലിയൻസ്, ഇത്ര പട്ടാളക്കാർ ആകെ 2-3 ഉള്ളൂ. അത് നമുക്ക് ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഒരു BSFകാരൻ, അതുപോലെ തന്നെ ഒരു ആർമിക്കാരൻ. അത് എന്തായാലും ആ ലിസ്റ്റ് മുഴുവൻ ഗവൺമെൻറ് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് തരും. സിവിലിയൻസ് മരിച്ചിട്ടുള്ളത് പൂഞ്ച് റേജോർ സെക്ടറിലാണ്. അത് ഞാൻ അന്നൊരിട്ട് പറയേണ്ട, അവിടെ ആയിരിക്കും ആദ്യം ഡാമേജ് വരിക, കാരണം വില്ലേജ് തൊട്ടടുത്താണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എത്ര പവർഫുൾ ആണെന്നുള്ളതും പാകിസ്ഥാൻ എത്ര വീക്കാണെന്നുള്ളതും ഈ 4-5 ദിവസത്തിൻ്റെ യുദ്ധം സമാനമായിട്ടുള്ള രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അവരുടെ പ്രൊപ്പഗണ്ട കേട്ടിട്ട് നിങ്ങളാരും വിഷമിക്കരുത്. വെയിറ്റ് ഫോർ ദ റിയൽ ഗവൺമെൻറ്റ്സ് ഓർഡേഴ്സ്, ഗവൺമെൻറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതെല്ലാ ദിവസവും അവർ വന്നിട്ട് ഈവനിങ്ങിൽ 4 മണിക്ക് അല്ലെങ്കിൽ അവർ പറയുന്ന സമയത്ത് പത്രസമ്മേളനം നടത്തുന്നുണ്ട്. നെവർ ഡു പ്രൊപ്പഗണ്ട അഗൻസ്റ്റ് യുവർ ഓൺ കൺട്രി. ഡോണ്ട് ഗെറ്റ് സാറ്റിസ്ഫൈഡ് ആൻഡ് യുനോ, അത് ആ വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഡോണ്ട് ഗെറ്റ് സാറ്റിസ്ഫൈഡ് ഓൺ ദീസ് കൈൻഡ് ഓഫ് ആൻറ്റി നാഷണൽ പ്രൊപ്പഗണ്ടാസ്. യു വിൽ ലാൻഡ് അപ്പ് ഇൻ ട്രബിൾ. ബിക്കോസ് അത് കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അവർക്ക് അറിയില്ല എവിടെയാണ് ഇവർ പോയിട്ട് മാറ്റുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടും ചെറുപ്പക്കാരോടും എല്ലാവരോടും പറയുന്നത്, പൊരുത്തൻ അകത്ത് കിടപ്പുണ്ടാകും, ഭോപ്പാലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അകത്തിട്ട് ഒരു കാര്യമില്ല. ഇത് വെറുതെ ചിലപ്പോൾ 2 ബെഗ് അടിച്ച്, കഞ്ചാവ് 2 പുകയും കഴിഞ്ഞിട്ട് കിടക്കട്ടെ 2 ടപ്പ് പോയി. പിന്നീട് അത് പിടിച്ച് വലിക്കാനും പറ്റില്ല. അതിന് മുന്നേ അതെല്ലാം കോപ്പിയിട്ട് പോയി കാണുക. അതുകൊണ്ട് ബി വെരി കെയർഫുൾ അബൌട്ട് ഗിവിങ് എനി സ്റ്റേറ്റ്മെൻറ്റ്സ് അഗെയിൻസ്റ്റ് അവർ നേഷൻ, because a lot of people are standing there depending on you, your morale. They are for you. So you also should be standing here for them. That's all what I want to say. Thank you so much. Thank you so much for your time. Jai Hind. Thank you. Jai Hind.